മതി മതി ഇങ്ങോട്ടെ. എന്ത് കുടിയാണ്ട് ഇങ്ങനെയുണ്ടോ ഒരു കുടി? നാരായണൻ എന്നോട് ഒരു അരക്കുപ്പി ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. പുതിയ താമസമല്ലേ, ഒരാഘോഷമായിക്കോട്ടെ കരുതി. ആഘോഷം ഇന്നെനിക്ക് ഉറക്കം കിട്ടൂല. പണ്ടാരടങ്ങാൻ ഈ നശിച്ച നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് ഭ്രാന്താണ്? നിനക്കറിയില്ല എന്റെ മനസ്സിന്റെ നീറ്റല്. കുഞ്ഞാലി മതി മതി, ഒഴിച്ചു കൊടുക്കൂഞ്ഞാലി. നിനക്കറിയോ, ഇന്ന് ഉച്ച കൊണ്ടിട്ടില്ല. വൈകുന്നേരം ഒരു ആംപ്ലേറ്റ് എന്നാ. ഇന്ന് രാത്രി ഒട്ടും കഴിക്കൂല. ഉച്ചയ്ക്ക് ഞാൻ എങ്ങനെ ഉണ്ണൂടാ? ആ കണ്ണീര് നിന്റെ ചോറിലല്ല വീണത്. ചോറിനകത്തല്ല വീണ. പച്ച പെരി എന്റെ തൊള്ളൽ വരട്ടോ. ഒന്നും ഇല്ലാണ്ടിരിക്കുന്നു. മിണ്ടുന്നില്ല, ഞാൻ പറഞ്ഞു കൊടുത്തു. ഉച്ചക്ക് എന്തു പറ്റി? നമ്മൾ അമ്മാന്റെ കടയിൽ ഒരു പുതിയ പെണ്ണ് വന്നിട്ടില്ലേ? ആ താറ് അവളെ ചീത്ത പറഞ്ഞത് അവളൊന്ന് കരഞ്ഞു. അവളെ കണ്ണീര് മൂപ്പരെ ചോറ്റിലൊന്ന് ഇറ്റിപ്പോയി. അതാണ് പറയുന്നത്. ഓഹോ, ആ കാര്യം പറയാതിരിക്കുക വേണം. ആ പാക്കരേട്ടൻ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്ന പെണ്ണ. തള്ളയാണെങ്കിൽ ഒരു 4-5 കൊല്ലം മുമ്പേ മരിച്ചുപോയി. ആ വണ്ടി ഇടിച്ചിട്ടോമാര് നിർത്തിയിരുന്നെങ്കിൽ അതിന് വല്ല ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ കിട്ടിപ്പോയത്. ഇതിപ്പോ അതും ഇല്ല. നാരായണൻ കുത്തിക്കൊണ്ട് പോരുന്ന കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇങ്ങോട്ടാണെന്ന്. മുഴുവന് കയറ്റിയോ? ഇല്ല, കയറ്റിക്കോളി. ഇത് ഞാനാ അമ്മാൻ. എടോ, തന്റെ സ്വന്തം പെങ്ങളെ മോളല്ലോ ആ പെണ്ണ്. തന്റെ മോളായിരുന്നെങ്കിൽ ഇത്രയും ആളുടെ മുമ്പ് വെച്ച് അങ്ങനെ ചീത്ത പറയൂ? ചീത്തല്ലേ പറഞ്ഞുള്ളൂ, ദേഹോപദ്രവേൽപ്പിച്ചില്ലല്ലോ. അതൊന്നും സഹിക്കുന്നവനാണ്. 3 നേരം ഭക്ഷണം കഴിക്കണ്ടേ? ഇതിനേക്കാൾ നല്ല തീട്ട നിന്നതാ. അതിന് പറ്റാവുന്നേ, മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റില്ലല്ലോ. എന്റെ കുട്ടി ഒറ്റയ്ക്ക് ഉപേക്ഷിച്ച് പോകുന്നേക്കാൾ ഭേദമല്ലേ ഇത്? ഒന്നില്ലെങ്കിലും അവളിപ്പോ ഒറ്റയ്ക്കല്ലല്ലോ. ആയ കാലത്ത് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ അതിന് വാവറില്ല. ഇപ്പൊ ഞാൻ മെലിഞ്ഞു, അമ്മയെ തടിച്ചു. ശ്രീധരൻ പറഞ്ഞു ശരിയാ, പട്ടി തന്നെ ഞാൻ പട്ടി. എന്റെ മോളെ വഴിയാധാരാക്കിയ ആ വണ്ടിക്കാരെ തലയില് ഇടുത്തി. ഞാൻ കാരണം ഇന്നലെ ഉച്ചയ്ക്ക് പട്ടിണിയായല്ലേ? എനിക്ക് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല. കണ്ണീര് വീണ ചോറുണ്ണാൻ അറച്ചിട്ടാണെന്നറിയാം. സങ്കടം പിടിച്ചിട്ട് കിട്ടിയില്ല. അമ്മായി അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെയും കിട്ടിയെന്ന് എനിക്ക് ചീത്ത. ഇങ്ങാനും പറഞ്ഞു നിൽക്കാണ്ട് കടയിലേക്ക് വാടി വേഗം. സിംഗടിക്കാൻ കണ്ട സമയം. എന്താ അമ്മായിരുന്നു രാവിലെ തന്നെ തുള്ളനും? നല്ല തല്ല് കിട്ടാത്തതിന്റെ കേടാ. ചെവിക്കലിന് 4 കീറി പോയ തുള്ളനും ചാട്ടമൊക്കെ അവിടെ നിൽക്കും. ശരിയാ, അതിന് നല്ല കയ്യിലുള്ള ആണുങ്ങൾ കാണും. കുട്ടികൃഷ്ണ, എന്താണ് ചട്നി സാമ്പാറിനൊരു മധുരം? അതേ, സുന്ദരിമാരുടെ കൈ തൊട്ടിട്ടാ. അയ്യടാ, ഇത് കാണാൻ എന്തൊരു ചേലും. അമ്മായി 2 ദോശ ഇടണമല്ലോ. ഇടുവനെ അവിടെ ദോശ കൊടുക്ക. നല്ല വാടി പൊത്ത ദോശ. ഇവിടെ ചായയാണോ കാപ്പിയാണോ വേണ്ടത്? രണ്ടിലേതാ വേണ്ടതെന്നാ ഒരു പ്രശ്നം. 2 ഒന്നിനൊന്ന് മെച്ചം. എന്നാ 2 എടുത്തോടാ, 2 കൊള്ളാം. താൻ ചായയാണോ കാപ്പിയാണോ ചോദിച്ചത്? ഇഷ്ടമുള്ളത് വയ്യേ. എന്താടാ നിന്റെ മുഖത്ത് ഇത്ര ഗൗരവം? നോക്കി കൊല്ലല്ലേ മനുഷ്യനെ.
എടാ പിള്ളാരെ അധികം വേണ്ടടാ, എറിഞ്ഞു മാറ്റില്ലേ, ഒന്ന് ജീവിച്ചോട്ടെ. എന്താ ശ്രീപുര, നിന്റെ മുഖത്തിനൊരു തെളിച്ചമില്ലാത്ത? അത് നിങ്ങൾ നാട്ടിലെ വോൾട്ടേജിന് കുറവുണ്ടാ. അതും ചാരായം കുറിച്ച് കണ്ണുമുഖം ഇരിക്കുന്നുണ്ടല്ലേ? നിങ്ങളെ കാശൊന്നുമല്ലല്ലോ, ഞാൻ പണിയെടുക്കണ കാശാ. അമ്മായിയെ ഹാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഓ, ഞാൻ പറഞ്ഞു ഇനി എടുത്തേ. തിന്നരിച്ചു. അല്ല അത് പോട്ടെ, ഇവിടെ തിന്നാൻ എന്തിനു വയറ് കത്തുന്നു. ഇഡലി, ദോശ, പുട്ട്, കടല, വെറോട്ട, ഇറച്ചി. ഒരു കാര്യം ചെയ്ത് കഷ്ണം കല്ലാത്തിലും കൂടി ഇരിക്കുന്നല്ല ഇരിക്കെ. ആരെങ്കിലും വരുന്ന സമയത്ത് ഒറ്റ എണ്ണത്തിനെ കാണുകയില്ല. എല്ലാം ചെയ്തേ. അതാ വിളിക്കുന്നു മോളെ, അങ്ങോട്ട് ചെല്ലേ. എനിക്ക് വയ്യ. എന്തൊക്കെ കമന്റ് ആയിട്ടാണ് പറയണെന്നറിയോ? മോൾ അതൊന്നും ശ്രദ്ധിക്കണ്ട, ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ മതി. ആ, ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ വിളിച്ച കേട്ടില്ലേ? കടയിൽ ആൾ വന്നിരിക്കുന്നു. ഇനി അതിന് എന്റെ കയ്യിൽ തന്നെ വേണോ? അമ്മേ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ ചായ എടുക്കുന്നോ? രണ്ടും ഞാൻ തന്നെ ചെയ്യുന്നത്. എവിടെ പിന്നെ എന്തിനാ ഇവിടെ പൂവിട്ട് പൂജിക്കാനോ? അമ്മായി, അടുക്കളയിൽ എന്ത് പണിയും ഞാൻ ചെയ്തോളാം. ദേവിയത് ഈ വണ്ടിക്കാരുടെ കളിയാക്കൽ കേൾക്കാൻ എന്നെ വിടരുത്. കളിയാക്കിയെന്നോ? ആര്? അവര് വല്ല തമാശ പറഞ്ഞെന്താ ഉരുവി പോവോ? ഇങ്ങനെ തമാശ പറയണേ? ആണുങ്ങളാവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേന്നിരിക്കും. ഒരു കുടിച്ചൊന്നുമില്ലല്ലോ. അമ്മേ, അവർക്ക് ഇതൊന്നും കേട്ട് ശീലമില്ല. അയ്യോ, ആര്? ശീലാവതിയോ? അത്രയ്ക്ക് വാദ്യോലയൊന്നും ആകണ്ട. ആണുങ്ങൾ എന്തെങ്കിലും പറയുമ്പോ ഒന്ന് ചിരിച്ചു കാണിച്ചാ എന്താ തേഞ്ഞു പോവോ? എവിടെ പോലെ തന്നെയല്ലയോ സുമതി? അവിടെ ഇപ്പം കണ്ണിരുന്ന് ഒലിപ്പിക്കുന്നില്ലല്ലോ. അവളെ പോലല്ലോ ഇവള്. ആ, ഇവക്കെന്താ വേറെ വല്ലതും ഉണ്ടോ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. 4 പേരുടെ കച്ചവടം കൂടുതൽ കിട്ടിയാലെന്താ? കഴിക്കൂ. പെൺപിള്ളാരെ കാണിച്ച് കച്ചവടം പിടിക്കാനായിരിക്കും. എന്റെ ശ്രീധര, നീ വെറുതെ വേണ്ടാത്ത കാര്യത്തിലൊന്നും ഇടപെടാണ്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ തിന്നിട്ട് പോകാൻ നോക്ക്. എന്റെ നാക്കി ഓർമ്മ വരുന്ന ഭൂമിക. നീ അവിടെ എങ്ങനെ പോയി? ആ മോളെ, ശ്രീധരേട്ടന് എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തുകൊടു. നീതിന്യായം പറയുന്നവരെ എനിക്കറിയാം. ഇപ്പൊ ഹരിചന്ദ്രന്മാരാകുന്നു. അവിടെ എന്താ വേണ്ടേ? പുട്ടുമുട്ടക്കറി രണ്ടാക്കും. നിങ്ങളെന്താണ് വേണ്ടാത്തതിനൊക്കെ ചെയ്ത് തകർന്നത്? വേണ്ടാത്താണെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് തന്നെ. പഴയ കുറ്റിയല്ലേ ഇതാ. എന്തായാലും പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയോ? ലോട്ടറി കച്ചവടം? ഇത് സൈഡ് ബിസിനസ്. 2 കച്ചവടം കൂടി കാശ് കുറച്ച് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഓ, എന്ത് കാശ്? നിന്റെ വാക്കിന് വിലയുണ്ടെന്ന് മനസ്സിലായി. ഇത് തോമാസ് മുതലാളുടെ വണ്ടിയാ. ഞാനറിഞ്ഞു. താമസം ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു. ആ, പിന്നെ നീ എന്താന്ന് വരാമോ? ഇപ്പൊ എന്റെ ഈ കാശുണ്ട്, നമുക്കൊന്ന് കൂടണ്ടേ? ഞാൻ മോണി മാറി കേട്ടോ. ഞാൻ നമ്മള് 4 കാരാഷോപ്പിൽ പോയി കുടിക്കോളാം. ഞാൻ ഒരു പ്രശ്നമല്ല. ഇന്ന് രാത്രി എങ്ങനെ? ഇല്ല, ഞാനത് നിർത്തി. അത് കൊള്ളാം. നീ ഡിമാൻഡ് ഒന്നും കൂടണ്ട. പറയണ കാശ് ഞാൻ തരാറില്ലടി. എനിക്കിനി ആ കാശ് ആവശ്യമില്ല. എന്റെ കുമാരേട്ടൻ മരിച്ചു. എനിക്കിപ്പോ മരുന്ന് വാങ്ങണ്ട. ദിവസവും 60 രൂപ ഉണ്ടാക്കണ്ട. 24 മണിക്കൂറും എന്റെ മോന്റെ കൂടെ കഴിയാൻ എനിക്ക്. വേണ്ട ശ്രീധരേട്ട, ഇനി നിങ്ങളുടെ കാശ് ഞാൻ വാങ്ങില്ല. കുമാരേട്ടൻ മരിക്കണവരെ ഞാൻ ചെയ്യണതില് എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല. ദിവസം മരുന്ന് വാങ്ങണം, കാശുണ്ടാക്കണം. ഇപ്പൊ അത് വേണ്ട. 60 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് മോനും ഒരാഴ്ച കഴിഞ്ഞുകൂടാ. അത് ഞാൻ ഈ ടിക്കറ്റ് വിട്ടുണ്ടാക്കുന്നുണ്ട്. ഇനി ശരീരം വിറ്റാല് ഞാനിന്ന് വെറുത്തു പോകും. വാങ്ങില്ല. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല. ടിക്കറ്റ് എടുക്കാൻ ഒരെണ്ണം. കേരള, മാതൃഭൂമി, ഭൂട്ടാൻ, മേഘാലയ, ഏതെങ്കിലും ഒരെണ്ണം. കുഞ്ഞാലിക്ക 10 ലക്ഷം മെമ്പറാ. തീരട്ടെ. ഏയ് 10 രൂപ. പോട്ടെ, വാ മോനെ. സുഖമായിട്ട് പോലെ